ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ഒഡീഷയിലെ ഒരു കല്യാണ ഘോഷയാത്രയാണ്. വൈകുന്നേരത്തോടെ കൊൽക്കട്ട എത്തണം എന്ന് വിചാരിച്ച ഞങ്ങൾക്ക് സൂരജിൻ്റെ വണ്ടി പണി തന്നു. വണ്ടി വഴിക്കായി. അവിടുത്തെ നാട്ടുകാരുടെ സഹായത്തോടെ അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ കാണിച്ച് വണ്ടി പണിത് കിട്ടുമ്പോഴത്തേന് രാത്രിയായി. വഴിയിൽ നിന്ന് ഞങ്ങളെ കണ്ട് പരിചയപ്പെടാൻ വന്ന വസീം എന്ന വളരെ നല്ലവനായ ഒരു മനുഷ്യൻ, വളരെ സഹാനുഭൂതിയുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ട റൂമും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. എങ്ങനെയുണ്ട് സ്റ്റെപ്പ് കയറ്റം? ഹായ്, നമ്മള് ഇന്നത്തെ യാത്ര രാവിലെ ഭുവനേശ്വരിൽ നിന്ന് ഇറങ്ങിയതാണ് കൊൽക്കത്തയ്ക്ക്. ഇവിടെ കാഞ്ചൻ ചൗക്ക് എന്ന് പറയുന്ന ആ ഒരു പരിസരത്ത് എത്തിയപ്പോഴത്തേന് നമ്മളെ സൂരജിന്റെ വണ്ടി ചെറുതായിട്ട് എന്തോ ഒരു കംപ്ലൈന്റ് ആയി, വഴിക്കായി. ഇറങ്ങിയപ്പോ തന്നെ ഒരു മറ്റേ ഇത് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു വർക്ക്ഷോപ്പിൽ കയറിങ്ങാട്ട് ഞാൻ രഞ്ജി ആയിരുന്നു എന്റെ ബൈസ്റ്റാൻഡർ. അപ്പോ നമ്മളെന്തായിരുന്നു അവിടെ ചെയ്തത്? ബ്രേക്ക് ഷൂ മാറ്റി, രഞ്ജി അവിടെ കിടക്കുന്നുണ്ട്. സാധനം മാറ്റി. അപ്പൊ ഒരു 2000 രൂപ അവിടെ അപ്പൊ തന്നെ തീർന്നു. ചേച്ചിക്ക് 2000 കൊടുത്തു ഒപ്പിച്ചു. അത് ഡിസ്കൗണ്ട് ഇട്ടു വെക്കുന്നതാ. അത് മതി. ലാസ്റ്റ് നമ്മളെ തീരുമാനം പറയും, അവര് വേറെ ഓപ്ഷൻ ഇല്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോയിട്ട് ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു 78 കിലോമീറ്റർ നമ്മൾ പാസ് ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് കാറിന്റെ ചെറിയ ഒരു അത് ശരിയാക്കി. അപ്പൊ അത് കഴിഞ്ഞിങ്ങാട്ട് ഒരു 78 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ കാഞ്ചൻ ചൗക്കിൽ എത്തിയപ്പോഴാണ് പെട്ടെന്ന് വണ്ടി ഓഫായി പോയി. പിന്നെ സെൽഫ് എടുക്കണില്ല, സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കണില്ല വണ്ടി. അപ്പൊ പിണങ്ങി കിടക്കുകയായിരുന്നു. പിന്നെ ഒരു ഇവരുടെ ഭാഷയിലും അവിടെ ഒരു തമിഴ് അറിയുന്ന ഒരു മലയാളി, അപ്പൊ ആ പുള്ളിക്കാരൻ അവന്റെ ഒരു കൂട്ടുകാരനുണ്ടെന്ന് പറഞ്ഞാണ്ട് ഒരു വർഷാപ്പുകാരൻ്റെ അടുത്തുണ്ട്. അപ്പൊ ആ പുള്ളി അയാളെ വിളിച്ചു. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും പുള്ളി വന്നു. കാലോണ്ട് ചവിട്ടി അതിസാഹസികമായി ഈ ഹൈവേ ഒക്കെ ചാടി കയറി അപ്പുറത്തെത്തിച്ച്. കഥ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ സ്പ്രിങ് അപ്പൊ തന്നെ പൊട്ടിപ്പോയിരുന്നു. അതിന്റെ ഉള്ളിൽ വെച്ചിങ്ങാട്ട് എന്തോ സംഭവിച്ചു, സ്പ്രിങ് പൊട്ടി. അപ്പൊ എഞ്ചിന്റെ പ്രശ്നമാണ്, അപ്പൊ അത് അഴിക്കണം. അപ്പൊ പുള്ളി ഞങ്ങളോട് ചോദിക്കണം, ഇല്ല പുള്ളി അഴിച്ചുകൊണ്ട് പക്ഷെ പുള്ളി നമ്മുടെ നാട്ടിലെ പണിക്കാരെ പോലെയല്ല, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അഴിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. പ്രായമില്ല അധികം, ഒരു 10-25 വയസ്സുള്ളൊരു മനുഷ്യൻ. അപ്പൊ ഒരു വളരെ ഫാസ്റ്റ് ആയിട്ട് പുള്ളി ഒരു കുട്ടി ചെക്കനുണ്ടായിരുന്നു, ഹെൽപ്പറായിട്ട് കുട്ടി ചെക്കനുണ്ടായിരുന്നു. അപ്പൊ അവനും കൂടി അത് ചെയ്തു, അഴിച്ചു, ഇതാക്കി നിലത്തിട്ടു. ഒരു സ്പ്രിങ് ഒടിഞ്ഞു പോയി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ രഞ്ജി ഉണ്ടായിരുന്നു. രഞ്ജി കിടന്നിട്ടൊക്കെ അവരെ പഠിപ്പിക്കുകയാണ് മലയാളത്തില്. രഞ്ജി മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് കുറെ ദൂരം പോകണ്ടാണ്, നേപ്പാൾ, ഭൂട്ടാൻ, ഇത്ര റൈറ്റ് പോരാ. എന്നിട്ട് അപ്പൊ അങ്ങനെ അവര് അത് സർവീസ് ചെയ്തു. അപ്പൊ അവനും അടുത്തെന്ന് തോന്നുന്നു 2-3 മണിക്കൂറാവും മുങ്ങി. അവിടെ കുറച്ച് പണി ചെയ്ത് കഴിഞ്ഞു. പിന്നെ നോക്കിയപ്പോ അവനെ കാണില്ല പണിക്കാരൻ. അവന് എന്തായാലും എഞ്ചിൻ പണിയാണല്ലോ, കുറച്ച് സമയം എടുത്താലല്ല എന്തെങ്കിലും മേടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്തയില് സംഭവം അവൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പക്ഷെ എന്തെങ്കിലും നമ്മളത് കൂടുതൽ പൈസ മേടിക്കണമെന്നുണ്ടെങ്കിൽ പണിയെടുത്ത് പുള്ളി അതിന് എന്തോ ഒരു പാർട്സ് എടുത്ത് കാട്ട് കവറിലാക്കി കാട്ട് ചന്തയ്ക്ക് പോയി. 2-3 പ്രാവശ്യം ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. അപ്പൊ പിന്നെ വിളിച്ചപ്പെടുത്തു, കഴിയാറായി എന്ന് പറഞ്ഞാട്ട് ആ വീട്ടിൽ എന്താണ് കഴിക്കുന്ന സൗണ്ടും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കഴിയാറായി ഞാൻ ചോദിച്ചു, എന്നാ പണി കഴിയാറായി ഇപ്പൊ വരും കേട്ടോ എന്ന് പറഞ്ഞിട്ട് വന്നു ഫിറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു മലയാളിനെ പരിചയപ്പെട്ടു. ആ മലയാളിയുടെ പേരെന്തായിരുന്നു?
മലയാളിയല്ല, കേരളത്തിൽ പണിയെടുക്കുന്ന കിറ്റക്സിൽ പണിയെടുക്കുന്ന ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആസാം ഇവിടുത്തെ ഒറീസക്കാരനായിരുന്നു. അപ്പൊ ദീപക് എന്നാണ് പേര്. ഞങ്ങൾ അവിടെ വർത്തമാനം പറഞ്ഞിട്ട് ആരാണ് ഇവിടെ മലയാളം പറയണെന്ന് പറഞ്ഞിട്ട് ഓടിപ്പണി വന്നിങ്ങാട്ട് രഞ്ജിനെ പിടിച്ചു. എന്നോട് ആരാണ് മലയാളം പറയുന്നത് പോലെ. അപ്പൊ അവൻ മലയാളം അറിയാന്നുള്ള അവന്റെ കൂട്ടുകാരൻ അവിടെ കംപ്ലീറ്റ്. അപ്പൊ മലയാളം അറിയാന്നുള്ള എന്റെ ഒരു ഗമ കാണിക്കാൻ വേണ്ടിട്ട് അവൻ കുറെ മലയാളത്തിൽ സംസാരിച്ചു. അപ്പൊ അത് നമുക്ക് ഒരു സന്തോഷമായി. അപ്പൊ അവൻ നല്ല സഹൃദനായ ഒരു മനുഷ്യനായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു. അതിനിടയ്ക്കല്ലേ വാസിം എന്ന് പറഞ്ഞാൽ നമ്മളെ ചേട്ടനെ പരിചയപ്പെട്ടു. അതെ, അപ്പൊ അതിനിടയ്ക്ക് നമ്മള് വാസിം വസീം എന്ന് പറഞ്ഞൊരു ഇക്കാരെ പരിചയപ്പെട്ടു. കുറെ യാത്രകളൊക്കെ ചെയ്യുന്ന ഒരു ആളായിരുന്നു. അപ്പൊ മലയാളികളെ നമ്മള് അതിന് മുമ്പ് പുള്ളിനെ കണ്ടിരുന്നു, നമ്മള് കൈകൊണ്ടൊക്കെ കാണിച്ചിരുന്നു. അതെ അതെ. അപ്പൊ ഭുവനേശ്വരിൽ നമ്മ വണ്ടി ഇങ്ങനെ പോകുമ്പോ അവര് പാസ് ചെയ്തിട്ട് പോകുമ്പോ നമ്മളെ വിഷ് ചെയ്തിരുന്ന പറഞ്ഞ. അതെ, അപ്പൊ അദ്ദേഹം കൈകൊണ്ടൊക്കെ കാണിച്ചു, കൈ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഇവിടെ വണ്ടി നമ്മുടെ സൈഡാക്കി അവരെ വീടിന്റെ അടുത്ത് ഈ വണ്ടി ഇവിടെ കിടക്കുന്നു. അപ്പൊ പുള്ളിയുടെ ചെക്കൻ കുട്ടിയും പിന്നെ വൈഫൊക്കെ കൂടെ വന്ന് നമ്മളെ വണ്ടിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു അവരൊക്കെ. അപ്പൊ നമ്മളിങ്ങനെ റൂം നേരം സന്ധ്യയായി. അപ്പൊ നമുക്കൊരു റൂം കിട്ടിയിട്ടില്ല, പണി കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് ഒന്ന് റിക്വസ്റ്റ് ചെയ്തു, ഒരു രാത്രി തങ്ങാനുള്ള നമുക്കൊരു സൗകര്യം ചെയ്തു തരുമെന്ന്. അവര് വളരെ നന്നായി സംസാരിച്ചു. ഇതായിട്ട് പുള്ളിയുടെ വീടിന്റെ അടുത്ത് ഒരു പള്ളിയുടെ അടുത്ത് തന്നെ ഒരു റൂമുണ്ട്, അവിടെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് അവർക്ക് കുറച്ച് സുഹൃത്തുക്കളെ അവരുടെ വൈഫൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ വന്നിട്ട് സംസാരിച്ചു. കുട്ടി ഉണ്ടായിരുന്നു. കുട്ടി വന്ന റൂം കിട്ടാൻ വേണ്ടിട്ടല്ല, ഒരു ഫ്ലാഗ് ഇരിക്കണ്ടായിരുന്നു. നാളെ ജനുവരി 26 അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ ഞാൻ ആ കുട്ടിക്ക് അവൻ വന്ന് പരിചയപ്പെടാൻ വന്നതാ. അതൊരു 2-3 വയസ്സുണ്ടാവുള്ളൂ. അപ്പൊ അവൻ വന്നപ്പോ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിട്ട് നമ്മുടെ ഒരു ഫ്ലാഗ് അങ്ങോട്ട് അവന്റെ കയ്യിൽ കൊടുത്തു. അപ്പൊ അവന് ഭയങ്കര സന്തോഷം. അപ്പൊ അവൻ ചാടി ഇങ്ങോട്ട് ഫ്ലാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് ആ സന്തോഷം കണ്ടപ്പോ നമുക്കും ഭയങ്കര സന്തോഷം. അപ്പൊ അവരെല്ലാരും കൂടെ നിന്ന് വണ്ടിയുടെ കാറിന്റെ ബാക്കിൽ നിങ്ങോട്ടൊരു ഫോട്ടോ എടുത്തു. അപ്പൊ പുള്ളിക്ക് നമ്പർ തന്നു, ഞാൻ പുള്ളിയുടെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്തു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു ഹോട്ടലിൽ നമുക്ക് നല്ലൊരു ഇതേ കണ്ടില്ലേ, ഇതാണ് ആ ഹോട്ടൽ റൂമിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്ന റൂമാണ്. ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ക്ലീൻ ഇതൊരു പെയിന്റിംഗ് ആണ്. ഇത് പെയിന്റിംഗ് ആണ്. ഇത് രാജസ്ഥാനിലുള്ള ഒരു ആർട്ടിസ്റ്റ് വരച്ചിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് വരച്ചിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. കണ്ട ഇത് മറ്റേ ഒട്ടിച്ച പോലെ തോന്നും, പക്ഷെ അതൊരു പെയിന്റിംഗ് ആണ്, വാൾപേപ്പർ അല്ല. വാൾപേപ്പർ അല്ല. നല്ല രസമായിട്ടുണ്ട്. അതെ. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. നമ്മളിങ്ങനെ യാത്രയിൽ എവിടെയെങ്കിലും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ആയിട്ട് നമ്മളെ സഹായിക്കേണ്ടത്. അതേപോലെയാണ് ഇപ്പോൾ വാസിമിക്ക. നമ്മളിപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമിലായിരുന്നു ഇക്ക വന്ന് നമുക്ക് വേണ്ട റൂം, നല്ല അടിപൊളി റൂമും കാര്യങ്ങളും. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ച് ഇന്ന് ടെൻ്റ് അടിക്കാതെ വരുന്നെല്ലാം വിചാരിച്ചു നിന്നത് ആളെ തന്നെ ആണെങ്കിലും. പക്ഷെ ടെൻ്റ് അടിക്കാന്നുള്ള യോഗ ഇല്ല. അതാണ് വിത്ത് ഫുഡ് ഭക്ഷണം ഇഷ്ടമുള്ള കഴിക്കാന്നിട്ട് അവര് പോയി. ബില്ല് അവര് കൊടുക്കും, ഇഷ്ടമുള്ള കഴിച്ചോന്നാവുന്നത് കൊടുത്തിട്ട് പോയി. അതെ. അപ്പൊ അതാണ് നമ്മുടെ യാത്രയിൽ വ്യത്യസ്തമായ അനുഭവങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എക്സ്പീരിയൻസുകൾക്ക് നമുക്ക് ഒരു കുറവില്ല. ഓരോ ദിവസം ഓരോന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പടച്ചോനെ കഴിഞ്ഞു തരികയാണ്. അതായത് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും, വണ്ടി ആയിക്കോട്ടെ, നമ്മളെ മനുഷ്യരില് ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, മറ്റേ ആസ്മ വരെ ഉണ്ട്. വില കിടക്കുന്നേ ഉള്ളൂ അതൊക്കെ. അല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അസുഖമാണ്. കഴിക്കാറില്ല, ഭക്ഷണം അപ്പം കഴിച്ചു ഫുഡ്. അങ്ങനത്തെ അസുഖമുള്ള ഒരാളും കൂടി ഉണ്ട്. രണ്ടുപേരും അങ്ങോട്ട് കൊണ്ടുപോകും, നാട്ടിലെ ദീപക്കിന് പറഞ്ഞ ദീപക് മാനേജർ. അപ്പൊ ഇത്രയൊക്കെ തന്നെ. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാം.
അവർ ഭക്ഷണമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കാണാം. ഇന്ന് പൊളിക്കാണ്. ഇത് സ്വർണ്ണത്തളികയിലാണ് നമ്മുടെ ഇന്ന് ഫുഡ്. ഒന്ന് ഉള്ളി എടുക്കാൻ പോയതില്ല, അപ്പോഴത്തേനും ഫ്രൈഡ് റൈസ്. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് തയ്യാറായി യാത്ര ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം കൊൽക്കട്ടയാണ്. വൈകുന്നേരത്തോടുകൂടി കൊൽക്കട്ട എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല മഞ്ഞാണ്, കാണുന്നില്ല, നല്ല മഞ്ഞ്. നമ്മുടെ യാത്രയിൽ 14ാമത്തെ ദിവസം, ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. ഹാപ്പി റിപ്പബ്ലിക് ഡേ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിലൊരു അടിപൊളി ഒരു അമ്പലം. അങ്ങനെ വണ്ടി അവിടെ ഒതുക്കി ഞങ്ങളിങ്ങനെ കാണുകയാണ്. അകത്തേക്ക് കയറിയില്ല, ഇങ്ങനെ പുറത്തുനിന്ന് തന്നെ ഒന്ന് കണ്ടു. കിലോമീറ്റർ പിന്നിട്ടു. 3017 കിലോമീറ്ററായി. നമ്മളിപ്പോൾ വെസ്റ്റ് ബംഗാളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മളങ്ങനെ ഒഡീഷയിൽ നിന്നും വെസ്റ്റ് ബംഗാളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അങ്ങനെ വെസ്റ്റ് ബംഗാളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വെസ്റ്റ് ബംഗാളിലേക്ക് പ്രവേശിച്ച് കുറച്ച് കിലോമീറ്ററുകൾ പിന്നിട്ടപ്പോൾ തന്നെ റോഡിൻ്റെ ഇരു സൈഡുമുള്ള പാടത്ത് അങ്ങിങ്ങായി ഒരുപാട് ഇഷ്ടിക ചുളകൾ കണ്ടില്ലേ, ഒരുപാടുണ്ട്. സമയം ഉച്ച കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി ഒതുക്കിയതാണ്. നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ വണ്ടി നിർത്തി. ഒരു അമ്പലമാണ്, മന്ദിരം പോലെ ഉള്ളൊരു. താഴത്തെ നില ഓഫീസും മുകളിൽ അമ്പലവും തോന്നുന്നു. കണ്ടിട്ട് അതുപോലെ ഉണ്ട്. സൂരജ് വണ്ടി ഓടിച്ചാകെ ടയേർഡായി വിശ്രമിക്കുന്നു. മനുവിൻ്റെ ഇഞ്ചിയും ഭക്ഷണം വിളമ്പുന്നു. ഇങ്ങോട്ട് നോക്കട്ടെ, കണ്ടല് സംഭവം നല്ല പരിപാടി. വണ്ടിക്ക് നല്ല മൈലേജെല്ലാം കിട്ടുന്നു. ഡ്രൈവിംഗ് ഈ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ ഈ സ്പീഡിൽ വണ്ടി കൊണ്ടുപോകുമ്പോൾ ഉറക്കമില്ലേ? ഏതാ ഉറക്കം? ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. വീണ്ടും യാത്ര തുടരുകയാണ്.
അതെ, ഞാറ് നടന്ന് തൊഴിലാളികൾ നടന്നു പോകുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളങ്ങനെ കൊൽക്കത്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.